ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മളൊരു നെക്ക് പീസ് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇതുപോലെ ക്യാപ്പുകളാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇത് മീഷോയിൽ നിന്ന് അവൈലബിൾ ആണ്. പിന്നീട് നമുക്കിതുപോലെ ഗിയർ വയർ വേണം. ഇതിൻ്റെ ലിങ്കും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ ഗോൾഡൻ ചെയിനാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നീട് നമുക്ക് വരുന്ന മുത്താണ്. കുറച്ച് ചുമന്ന മുത്തും എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതുപോലെ വൈറ്റ് പേൾസ് മുത്തും എടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് പേൾ മുത്തിൻ്റെ ലിങ്കും താഴെ ഞാൻ കൊടുത്തേക്കാം. ഇത് വലുതും ചെറുതും അതിൻ്റെ ചെറുതുമായിട്ടുള്ളതാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നീട് നമ്മളിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് ആണ്. ഇതിൻ്റെ ലിങ്കും താഴെ ഞാൻ കൊടുത്തേക്കാം. എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നീട് ഈ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഹെഡ് പിൻസ് എടുത്താലും മതി. പിന്നീട് നമുക്ക് വേണ്ടുന്നത് കുറച്ച് ജംപ് റിങ്സ് ആണ്. പിന്നീട് നമുക്കിതുപോലെ കൊളുത്തും കൂടെ വേണം നമ്മളുടെ നെക്ക് പീസിന് ലാസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ഇതുപോലെ ഗോൾഡൻ ചെയിൻ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മാലയുടെ അളവ് വേണം എടുക്കാൻ. നിങ്ങൾക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച്. അപ്പോൾ കഴുത്തിലേക്ക് വെച്ച് നോക്കിയിട്ട് എത്രയും നീളം വേണോ അതങ്ങ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് വേണ്ടുന്ന അളവ് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഇതേപോലെ ഗിയർ വയറാണ്. അതെടുക്കുക. കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ചെറിയ ചെറിയ പീസസ് ആക്കുക. കണ്ടില്ലേ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി എടുക്കണം. അപ്പം നമുക്ക് ഇതുപോലെ ചെറിയ പീസസ് കിട്ടും. അങ്ങനെ കുറേ നമുക്ക് ചെയ്തെടുക്കണം. എന്തായാലും നമുക്ക് ആദ്യം ഒരു സ്ട്രിങ് ഇതുപോലെ എടുക്കാം. അതിനുശേഷം നമ്മളുടെ കറക്റ്റ് ഈ മാലയുടെ നടുവശം എവിടെയാണെന്ന് വെച്ചാൽ നടുക്ക് ഇതുപോലെ നമ്മളുടെ കമ്പി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ചെറിയൊരു ലൂപ്പ് മാതിരി ഇവിടെ കൊടുത്തതിന് ശേഷം നല്ലപോലെ അങ്ങ് ചുറ്റി അങ്ങ് കൊടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഏറ്റവും വലിയൊരു മുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ മുത്തെടുത്താലും മതി. പിന്നീട് നമുക്ക് നമ്മുടെ ക്യാപ്പാണ് വേണ്ടുന്നത്. കണ്ടില്ലേ, 2 ക്യാപ്പും നമ്മുടെ ഒരു മുത്തുമാണ് നമുക്ക് വേണ്ടുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ക്യാപ്പ് ഇതുപോലെ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ക്യാപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കമ്പി കൂടെ നമ്മുടെ മുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് അടുത്തൊരു ക്യാപ്പ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കണ്ടില്ലേ. അതിനുശേഷം ഇതിൻ്റെ അറ്റത്ത് നമുക്കൊരു ചെറിയ ലൂപ്പ് ഇതുപോലെ മടക്കി വെക്കുക. അതിനുശേഷം ഇതൊന്ന് ഇതുപോലെ ചുറ്റി എടുക്കണം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മുത്തുകളും സെയിം രീതിയിൽ തന്നെ ക്യാപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ ഓരോ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം.
അങ്ങനെ ഏകദേശം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നടുക്ക് നമ്മളൊരു വലിയ മുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ദാണ്ട 3 ഒരേ സൈസിലെ മുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെയും 3 ഒരേ സൈസിലെ മുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം താഴെ തന്നെ നമ്മൾ ഇതുപോലെ ചെറിയ ലൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് ആണ്. ഏകദേശം ഒരു 4 എണ്ണമാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇതുപോലെ 2 റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നടുക്കൂടെ കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ 4 എണ്ണം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ 4 ചെറിയ മുത്താണ്. ഇതിനേക്കാട്ടിലും ചെറിയ മുത്താണ് ഈ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം സൈസിൽ തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ഒരെണ്ണം എടുക്കുക. നമ്മുടെ ക്യാപ്പ് എന്തായാലും നമുക്ക് വേണം. ഇതുപോലെ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്ത കണക്ക് തന്നെ. ഇതിനകത്ത് നമുക്ക് അറ്റത്ത് ലൂപ്പ് വേണ്ട. അതുകൊണ്ടാണ് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് നമ്മൾ എടുക്കുന്നത്. ക്യാപ്പ് ഇടുക, മുത്തിടുക, വീണ്ടും ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഒരേ ഇതായിരിക്കണം. ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് ചുറ്റി കൊടുക്കുക. കണ്ടില്ലേ ഇതുമാതിരി. ഇതുപോലെ ഒന്നും കൂടെ നമുക്കിവിടെ ചെയ്യണം. 2 എണ്ണം ഇവിടെയും ചെയ്തെടുക്കണം. അങ്ങനെ ഈ സൈഡിൽ നമ്മൾ 2 എണ്ണവും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കൂടെ 2 എണ്ണം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോർ ലെയേഴ്സ് ആഡ് ചെയ്യാം ഇതിനകത്തോട്ട്. കുറച്ചും കൂടെ മുത്തുകൾ നിങ്ങൾക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. എനിക്ക് ഇത്രയും മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിവിടെ ലൂപ്പായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് 1 2 3 4 5 6 7 എണ്ണമാണ്. ഇനി നമുക്ക് ഈ 7 ലൂപ്പിൻ്റെ താഴെയും കുഞ്ഞു മുത്തുകൾ കണക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ റെഡ് കളറാണ് എടുക്കുന്നത്. ഇതിൻ്റെ അറ്റത്തും ലൂപ്പുള്ള റെഡ് കളറാണ് എടുക്കുന്നത്. കണ്ടില്ലേ. പിന്നീട് നമുക്ക് വേണ്ടുന്നത് കുറച്ച് ജംപ് റിങ്സ് ആണ്. 7 ജംപ് റിങ്സ്. നമ്മൾ ഇതുപോലെ 7 ജംപ് റിങ്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഞാൻ വീഡിയോ എടുത്തത് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇതുപോലെ ഒരു ജംപ് റിങ്സ് എടുക്കുക, ഓപ്പൺ ആക്കുക. എന്നിട്ട് ഈ ലൂപ്പുള്ള 2 മുത്തുകൾ ഇതിനുള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ ലൂപ്പുള്ള മുത്തിൻ്റെ അറ്റത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്കത് കിട്ടും. കണ്ടില്ലേ. എന്നിട്ട് നമുക്കിതങ്ങ് റിപ്പീറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അറ്റത്തെല്ലാം ഇതുപോലെ മുത്തുകൾ വെച്ച് പിടിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ 3rd സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്, കൊളുത്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തെടുക്കുക. ഇതിൻ്റെ അറ്റത്ത് നമ്മളൊരു ജംപ് റിങ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യുക. കണ്ടില്ലേ. പിന്നീട് നമ്മൾ ഇപ്പുറത്തെ അറ്റത്തും ഒരു ജംപ് റിങ്സ് ഇടുക. ഇതുപോലെ. അതിനുശേഷം ഇതുപോലെ നമ്മളുടെ കൊളുത്ത് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യണം. കണ്ടില്ലേ. അങ്ങനെ നമ്മുടെ സിമ്പിൾ നെക്ലേസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നെക്ലേസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ.